അപ്പോൾ ഈ തവണ ഒരു ഫാമിലി ട്രിപ്പാണ്, ഞാനും അമ്മ അച്ഛയും കൂടെ പോകുന്നത്. അപ്പോൾ അതേ സമയം രാത്രി 10 മണിയായി. അതുപോലെ ഇത്തവണത്തെ നമ്മുടെ ഒരു വലിയ ലോങ് ട്രിപ്പാണ്. അപ്പോൾ വണ്ടിയിൽ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. നമ്മുടെ ലോറിയിലേക്ക് എടുത്ത് വെക്കാനുള്ള സാധനങ്ങളായതുകൊണ്ട് ഇത് മൊത്തം അതെ ഇതേ വണ്ടിയെ ലോഡ് കയറ്റി വേണം പോകാൻ. ലോഡ് കയറ്റാൻ സ്ഥലം കാണുകയല്ലേ. ഞങ്ങൾ വീട് മൊത്തം പാക്ക് ചെയ്ത് കഴിച്ചിട്ട്. അതെ അതെ, തിരിച്ചു പറഞ്ഞാൽ വരുന്നില്ലേ? അല്ല, എല്ലാ തവണയും ചേട്ടായി പോകുന്ന ഒരു ലേഡിയും കൊണ്ടല്ലേ പോകുന്നത്. ഇത്തവണ 2 ലേഡീസ് ഉണ്ട്. എക്സ്ട്രാ പാക്കേജ് ഉണ്ട്. അതെ. അപ്പോൾ ആദ്യം തന്നെ ഇന്ന് അരി എടുത്ത് വെച്ചോന്നോ. ആ, ഇത് പിടിച്ചോണേ, ഏറ്റുണ്ട് കേട്ടോ. തുണി ഇത്തവണ ഇച്ചിരി കൂടുതലുണ്ട്. അതെ, ഹെവി ബാഗുകൾ. അതെ. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഇതേ വണ്ടിക്കകത്ത് എടുത്ത് വെച്ചു, എല്ലാം സെറ്റാക്കി. അതെ, ഒന്നും മറന്നു പോയില്ലെന്ന് വിശ്വസിക്കുന്നു. അടുക്കളയൊക്കെ ഫുള്ള് സെറ്റായി. ലൈറ്റ് അടുക്കള അടച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ സാധനം എല്ലാം എടുത്ത് വെച്ചു. ഇനിയിപ്പം ഫുഡും കഴിച്ചു. ഇനിയിപ്പോൾ പോകാൻ റെഡിയായി. അതെ, അപ്പം അതെ, ഞങ്ങളെന്നാൽ പോയിട്ട് വരാം. ഒരു ലോങ് ട്രിപ്പ്. ഞങ്ങൾ 1 മാസം കഴിഞ്ഞാൽ കേട്ടോ. 1 മാസം കഴിയും അല്ലേ? അതെ, 1 മാസം കഴിയും. കുഞ്ഞിക്കിളിക്ക് എങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു. കുഞ്ഞിക്കളി വിഷം വെച്ച് നിൽക്കുന്നതാ. അതെ, കുഞ്ഞിക്കിളിക്ക് വിഷമമാണ്. ഞങ്ങൾ പഠിത്തം കഴിഞ്ഞ് അവധിക്ക് നമുക്ക് പോകാം കേട്ടോ. അല്ല, ഇതേ അവധി ആകുമ്പോഴത്തേക്കും തോക്കുമാരൻ്റെ വണ്ടിയപ്പോൾ ഇല്ല, അവധി ആകുമ്പോഴത്തേനും ഞങ്ങൾ വരും. അതെ, അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത ട്രിപ്പ്. 2 ആഴ്ചയിൽ അവധിയാവും. 2 ആഴ്ച. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, ചേട്ടാച്ചന് 1 മാസം അവധിയുള്ളൂ, കുഞ്ഞിക്കിളിക്ക് 2 മാസം അവധിയുണ്ട്. 20 ദിവസം അവധിയുള്ളൂ. അപ്പം നമുക്കിത് കൂടുതൽ ദിവസം പോകാം. അല്ല, 15 ദിവസം കഴിയുമ്പോൾ അവധിയാണെങ്കിലും ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വന്നാലും കുഴപ്പമില്ല, നമുക്ക് വലിയൊരു ട്രിപ്പ് പോവാം. അതെ കേട്ടോ. ആ, എടാ നീ റെഡി ആയിരുന്നു കേട്ടോ. നിനക്ക് 20 ദിവസമുള്ളതിലും 10 ദിവസമുള്ളതിലും ഞങ്ങൾ കൊണ്ടുപോകും നിന്നെ. എന്നാ ടാറ്റ തന്നെ, ഒരു ഉമ്മയൊക്കെ തന്നെ. പൊട്ടിയ ഉമ്മയൊക്കെ. ടാറ്റ. അപ്പോഴേ എന്നാ ടാറ്റാ, നിൽക്കണ വീട്ട് വരാവേ. അപ്പം നമുക്ക് ഇപ്രാവശ്യം ലോഡ് കയറ്റേണ്ടത് കർണാടകയിൽ നിന്നാണ്. കർണാടകയിലെ ചിക്കമംഗ്ലൂരിൽ നിന്നാണ് നമുക്ക് ലോഡ് കയറ്റേണ്ടത്. നമുക്ക് ഏറ്റുമാനൂരപ്പനെ കണ്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. നമ്മൾ ഉത്സവം കൂടാൻ വേണ്ടി നിന്നാണ്. ഉത്സവം കഴിഞ്ഞും ഉത്സവം മൊത്തം ഈ പ്രാവശ്യം നല്ലപോലെ കൂടാൻ പറ്റി. അതെ അതെ, ഉത്സവം കഴിഞ്ഞും കുറേ ദിവസമായി. അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഇച്ചിരി താമസിച്ചു. ഈ ട്രിപ്പ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കാലി ഓടിയാണ് ചിക്കബല്ലാപ്പൂരല്ല, ചിക്കമംഗ്ലൂരിന് ചെല്ലുന്നത്. ചിക്കമംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഞാനും ആദ്യം ചിക്കബല്ലാപ്പൂരിനെ കുറിച്ച് ഓർത്തത്. ചിക്കമംഗ്ലൂരാ, മംഗലാപുരത്ത് നിന്ന് കുറച്ച് പോകണം. പല വഴിക്ക് പോവാം. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഓടിയെത്താൻ പറ്റുന്ന റോഡിൽ കൂടെ പോവാം. വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വയനാട് കയറി പോവാം. പക്ഷെ വയനാട് കയറി പോയാൽ ചെല്ലുകയല്ല. അവിടെ നമുക്ക് നേരെ മംഗലാപുരം വഴി വിട്ടേക്കാം. നാളെ ലോഡ് കയറ്റണ്ടേ? അതെ, പിന്നെ നാളെ ലോഡ് കയറ്റണം. ആ ലോഡ് കയറ്റേണ്ട പാർട്ടി വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ കാര്യം ഇത്രയും ട്രിപ്പ് ആയിരുന്നു പറഞ്ഞാലും വണ്ടിയുടെ പരിപാടി നോക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. ഈ വണ്ടിയെ കിടന്ന ടയറെല്ലാം വേറെ വണ്ടിക്ക് എടുത്തിട്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ ടയറും ഡിസ്കും വേണമായിരുന്നു. അപ്പം ഡിസ്കൊക്കെ ഞങ്ങൾ പോയി വന്നപ്പോഴല്ലേ മേടിച്ചോണ്ട് വന്നേ. അതൊക്കെ കഴിഞ്ഞ് എല്ലാം ഇട്ട് സെറ്റാക്കി കൊണ്ടുപോയി വണ്ടി റെഡിയായി വരാൻ താമസിച്ചാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. ഞങ്ങളുടെ ഉച്ച കഴിയുമ്പോൾ പോകണമെന്ന് ഓർത്തിരുന്ന ഞങ്ങൾ ഇന്നും അതിന് ഉച്ചയ്ക്കാ ചേട്ടായി പറയുന്നത് ലോഡായിട്ടുണ്ട് പോവാന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അന്നേരം തന്നെ എല്ലാ സാധനവും മേടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ മതിയായിരുന്നു. പിന്നെ ഞങ്ങളൊരു 6 മണിയായപ്പോഴത്തേനും റെഡി ആയതാണ്. പക്ഷെ വണ്ടി വന്നപ്പോൾ 9 മണിയായി. 9:30. അപ്പം ലോഡ് എങ്ങോട്ടാണെന്ന് കൺഫേം ആയില്ല. 2 സ്ഥലം പറഞ്ഞിട്ടുണ്ട്. 2 നമുക്ക് വേണ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പം അവിടെ ഏതാണേലും നല്ല ലോങ് ആണ്. പിന്നെ കുറേ സമയം എടുക്കും. ഒരു 10-25 ദിവസത്തിന് മുകളിലേക്ക് എടുക്കും പോയിട്ട് വരാൻ. അപ്പോഴേ എല്ലാവരും ഉറക്കളക്കേണ്ട കാര്യമില്ല. പിന്നെ മെയിൻ ഡ്രൈവർക്ക് കിടന്നുറങ്ങായിരിക്കും. അതെ, കോ ഡ്രൈവർ ഓടിച്ചോളും. നാളെ ഒരു സമയമാകുമ്പോഴേ നമ്മളവിടെ ചെല്ലുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാനും കിടന്ന് ഉറങ്ങാൻ കുഴപ്പമില്ല. ഷിഫ്റ്റ് അതെ.
ഇതെല്ലാം റബ്ബർ തടിയാണ്. നമ്മുടെ പെരുമ്പാവൂരിന് പോകുന്ന പ്ലൈവുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന. ഇപ്പോൾ പുത്തേ ട്രാവലോവിൻ്റെ K2K വുമൺ ട്രക്ക് ട്രെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. K2K എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാം അല്ലേ ഏട്ടായി? അതെ, അടുത്ത വീഡിയോയ്ക്കകത്ത് ഇതൊരു സർപ്രൈസ് ആയിട്ട്. അതെ, സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അപ്പം ഇന്നലെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് വെട്ടിങ് പോകുന്നു, ഒരിടത്തും നിൽക്കാതെ. അതെ അതെ, 3 പേരും മാറി മാറി ഓടിച്ചു. വെളുപ്പിനെ മൊത്തം ഡ്യൂട്ടി കിട്ടി. വെളുപ്പിനെ ഒരു 5:30 ആയപ്പോൾ മൊത്തം ഡ്യൂട്ടി ഏറ്റെടുത്തു. ആ, അപ്പം ഇനിയും എവിടെയാലും കാപ്പ് പിടിക്കാൻ നിർത്തിയാൽ നമുക്ക് കാപ്പ് പിടിച്ചിട്ട് പോവാം. പിന്നെ വണ്ടി കാലി വണ്ടി ആയിരുന്നുകൊണ്ടും പിന്നെ കുറേ വഴികൾ പണി തീർന്നുകൊണ്ടും പെട്ടെന്ന് നമ്മൾ ഓടിയെത്തി. ആ, വഴിപണി ഇത്രയും തീർന്നുകൊണ്ടാ ഇപ്പോഴും എത്തിയത്. അതെ, സമയം 9 മണി കഴിഞ്ഞു. രാവിലെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഉറക്കമായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ നിർത്തിയില്ല. പിന്നെ സമയമില്ലല്ലോ, അതുകൊണ്ട് നേരെ ഇങ്ങ് പോന്നു. എല്ലാരും ഡാറ്റയൊക്കെ തന്നിട്ട് പോയി. ലോഡുകാരൻ്റെ പാർട്ടി ഇപ്പം വിളിച്ചു. ഞാൻ ഉറക്കത്തിലാണ് ഫോൺ എടുത്തത്. ഞാൻ തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞ് വെച്ചു. നമ്മളൊരു ഉച്ച കഴിയാതെ അവിടെ ചെല്ലുകയില്ല. പിന്നെ വഴിപണി നടക്കുന്നതുകൊണ്ടേ കടകളൊന്നും ഇല്ല, കടകളും ഇല്ല, ഒന്ന് വാഷ്റൂമിൽ പോണേ ഒരു പമ്പ് ഒന്നും. ഇത് നിർത്താനും ഒരു സൗകര്യം ഇല്ല. ഞാൻ അവിടെ ചെന്ന് എല്ലാം കഴിക്കുമെന്നുള്ളതാണ്. വണ്ടി നിർത്താൻ സൗകര്യം വേണം, നിർത്താൻ സൗകര്യമുള്ളിടത്ത് കട വേണം. മംഗലാപുരം 94 കിലോമീറ്റർ, കാസർഗോഡ് 41, കാഞ്ഞങ്ങാട് 17, ചീമേനി 10, റൈറ്റിലേക്ക് പോയ ചീമേനി 10 കിലോമീറ്റർ. അപ്പം നമ്മളെ ചെറുവത്തൂരായി. തേജസ്വിനി നദി ഒഴുകുന്നില്ലെന്ന് തോന്നുന്നു, പക്ഷെ ഒഴുകുന്നുണ്ട്. കുറച്ച് മുമ്പേ കാസർഗോഡിന് 41 കിലോമീറ്റർ ഉണ്ടായിരുന്നു, മംഗലാപുരത്തിന് 94 ഉള്ളായിരുന്നു. ഇവിടെ 97, 42. ആ, എല്ലാം കറങ്ങി തിരിഞ്ഞാ പോകുന്നതല്ലേ. ഇത് പഴയ വഴിയാ. പണ്ടത്തെ വഴിയായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് പോകുന്ന സമയം വെച്ചിട്ട് ഇപ്പോൾ ഒരു മാഹിയ തലശ്ശേരിയൊക്കെ ആവുകയുള്ളായിരുന്നു. വഴിപണി കുറേ തീർന്നുകൊണ്ട് നമ്മൾ ഇത്ര എത്തി. നീലേശ്വരം കഴിഞ്ഞില്ലേ, ഈ ഭാഗത്തേക്കെല്ലാം കുറേ പണി തീർന്നു. കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരം വഴിയെല്ലാം പൂർണ്ണമായിട്ടും പണി തീർന്നു. പടന്നക്കാട് റെയിൽവേ ഓവർബ്രിഡ്ജാണ്. മിക്കവാറും നമ്മൾ തലപ്പാടിയിലോ മംഗലാപുരത്തോ പോയി കാപ്പി പിടിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എനിക്കും അങ്ങനെ തോന്നുന്നു. നിർത്താൻ സൗകര്യം കടകളൊന്നും ഇല്ലാത്തതുകൊണ്ടേ. ടാർ ചെയ്യുന്ന മെഷീൻ്റെ വീതി ഉണ്ടോ? കാസർഗോഡ് കണ്ണൂർ ഈ ഭാഗത്തല്ലേ ഇഷ്ടം പോലെ അടയ്ക്കാമരമുണ്ട്, കമുക്. ബെഡ്ഷീറ്റൊക്കെ രാവിലെ മടക്കി വെക്കട്ടെ. നമുക്ക് ഉച്ചയ്ക്ക് ചോറുണ്ടാ പിന്നെ. അതെ, ഇന്ന് മിക്കവാറും ചോറോടെ നടക്കോളെന്നാണ് തോന്നുന്നത്. കേരള കേന്ദ്ര സർവകലാശാല. സർവകലാശാലയുടെ ഒക്കെ താഴെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതുണ്ടോ ഉള്ളി വണ്ടികൾ, സവോള വണ്ടികൾ എത്ര എണ്ണോ? പണ്ട് നമ്മൾ അതുവഴി പോകുമ്പോൾ സർവകലാശാലയൊക്കെ നല്ലപോലെ കാണാമായിരുന്നു. ഇതിപ്പോ പാലമല്ലേ, ഫ്ലൈ ഓവറിന് മുകളിൽ കൂടെ പോകുന്നത്. എല്ലായിടത്തും ഉണക്കായി നിൽക്കേ. ഖിളർ ജുമാ മസ്ജിദ് കുണിയ. ആ, പെരിയ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് കുണിയ. ഇവിടുത്തെ മസ്ജിദുകളൊക്കെ, പുതിയ മസ്ജിദുകളെല്ലാം നമ്മൾ ഒമാനിലൊക്കെ കാണുന്ന പോലെ. അതുപോലെ അതെ അതെ, ഇതുണ്ട്, നല്ല രസമല്ലേ. അത് ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ലതായിരിക്കും വൈകുന്നേരം, രാത്രി നല്ല രസമാണ്. പെരിയാട്ടടുക്കം താഴെ കൂടെ ഇറങ്ങിപ്പോണം. നമ്മുടെ ഇവിടെ അടുക്കം ഉണ്ടല്ലോ, അടുക്കമുണ്ട്. ഇത് പെരിയാട്ടടുക്കം. വിശപ്പ് കാരണമേ ഇനി ഒരിടത്ത് ഹോട്ടലൊന്നും നോക്കുന്നില്ല, പല്ലൊന്നും തേക്കുന്നില്ല. മൊത്തം എൻ്റെ ക്യാഷും ഒക്കെ കഴിച്ചു. പല്ലും തേച്ചില്ല, മുഖം കഴിയില്ല. രാവിലെ ഏറ്റപടിയാ, പിന്നെ സമയം പോയല്ലോ. അതുകൊണ്ട് തന്നെ എക്സ്പ്രസ് ലോഡും കൊണ്ട് പോകുന്ന പോലെ അങ്ങ് പോവാ. അതെ അതെ. ചട്ടഞ്ചാൽ താഴേക്ക് ഇറങ്ങണം, അതിൽ ഇറങ്ങിപ്പോണം. ചട്ടഞ്ചാൽ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സ്ഥലം. ഇവിടെ നല്ല വർക്ക് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇനി ഇവിടെയൊക്കെ നല്ല ഭയങ്കര ഇറക്കമല്ലായിരുന്നോ, അതൊക്കെ കുറേ പാലമൊക്കെ വരുന്നുണ്ട് താഴേക്ക്. വലിയൊരു മലയായിരുന്നു. ആ, വലിയ മലയായിരുന്നു. ഈ ഇറക്കം ഇറങ്ങി ചെല്ലുന്നതിൻ്റെ ലാസ്റ്റാ ഞങ്ങൾ അന്ന് പോയപ്പോൾ അജീഷിൻ്റെ വണ്ടിയുടെ പുറകിൽ ബസ് വന്നിടിച്ചേ. തെങ്ങുംതോപ്പ് നനച്ചു കൊടുക്കുന്നുണ്ടോ? നല്ല പച്ചപ്പ് ഉണ്ട് കേട്ടോ. ഉണ്ടോ, നനയ്ക്കുന്നുണ്ട്. കർണാടകയിലായിരുന്നു രാവിലെ എങ്കിൽ നമുക്ക് ബൺസ് കഴിക്കായിരുന്നു. ബൺസ് ഇനിയിപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേനും ബൺസ് കിട്ടുമെന്ന് സംശയമാണ്. നോക്കാം. ബൺസിന്റെ സമയമൊക്കെ കഴിഞ്ഞു പോകും. ഇതുണ്ടോ എന്നാ പൊക്കത്തിൽ മണ്ണെടുത്തേക്കുന്നത്. അപ്പം അത്രയും ഇവിടെ കയറ്റം കുറഞ്ഞു. നല്ല ഭംഗിയില്ലേ ഇതുകൊണ്ടാണ്. പക്ഷേ മഴക്കാലത്ത് ഇടിഞ്ഞു വീഴുവോന്ന് അറിയത്തില്ല. നെറ്റിടുമായിരിക്കും. നെറ്റ് മാത്രം ഇട്ടിട്ട് കാര്യമില്ല. വലിയ ബലമുള്ള മണ്ണാണെങ്കിൽ കുഴപ്പമില്ല. ഈ വെട്ടുകല്ല് പോലുള്ള മണ്ണല്ലേ, അതുകൊണ്ട് ചിലപ്പം ഇടിയാൻ സാധ്യതയില്ല. ഇവിടെ എല്ലാം ഒത്തിരി മണ്ണെടുത്ത് താത്തു. അത്രയും പൊക്കമായിരുന്നു. ഇത് ചെർക്കള ടൗണും ഇപ്പം പാലത്തിനടിയിലായി. കാണത്തില്ല. ഇവിടുന്ന് റൈറ്റിൽ പോയാലും നമുക്ക് ഈ ചിക്കമംഗളൂർ പോകാൻ വേണ്ടിയിട്ട് ഇതിലേ പോവാം. പുത്തൂരൊക്കെ ചെന്നിട്ട് അങ്ങ് പോവാം. പക്ഷെ ആ വഴി പോയാലും ചെറിയ വഴിയായോണ്ടേ ചിലപ്പോൾ സമയം കൂടുതലെടുക്കുക. അതിലും നമുക്ക് ഇതിലെ നേരെ മംഗലാപുരം ചെന്നിട്ട് അങ്ങ് പോകണേ. നല്ല വഴിക്ക് ഓടാം. ഒരു 10-15 കിലോമീറ്റർ കൂടുതലുണ്ടാവും എന്നുള്ളത്.
നല്ല സമയലാഭമുണ്ട്. റോഡ് പണിയൊക്കെ വന്നോണ്ടേ സ്കൂളിന്റെ ഒക്കെ മുകളിലത്തെ പൊടി കണ്ടോ. നായന്മാർ മൂല ലെഫ്റ്റിലേക്ക് തലപ്പാടി 40, മുംബൈ 964. ഉണ്ട്. ഈ ഹൈവേയില് സൈക്കിള്, ബൈക്ക്, ഓട്ടോറിക്ഷ, കാളവണ്ടി, കൈവണ്ടി, ട്രാക്ടർ ഇതൊന്നും പാടില്ല. ഇപ്പോൾ എല്ലാ വണ്ടിയും പോകുന്നുണ്ട്. ഇനി സർവീസ് റോഡെല്ലാം നല്ലപോലെ ആയാൽ മാത്രമേ ബാക്കി വണ്ടികൾക്ക് അതിലേ പോകാൻ പറ്റുള്ളൂ. ഉണ്ടോ, ട്രക്കിന് ഇവിടെ 80 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് ഉണ്ട്, കാറിനും 80. ഓവർടേക്കിംഗ് ലൈനാണ് റൈറ്റ് സൈഡിലെ. ട്രക്ക് ലെഫ്റ്റ്, കാറ് റൈറ്റ്. ഏറ്റവും റൈറ്റ് സൈഡിലത്തെ ലൈനിൽ പിന്നെ ഓവർടേക്കിംഗ് ലൈന്, സ്പീഡ് ട്രാക്ക്. ഈ മംഗലാപുരത്തെ വിമാനാപകടം ഉണ്ടായത് 2010 മെയ് 22-നാണ് ഉണ്ടായത്. 158 പേരോളം മരിച്ചു ആൾക്കാർ. ദുബായിൽ നിന്ന് വന്ന വിമാനമായിരുന്നു. അത് മംഗലാപുരം എയർപോർട്ടിൽ വന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് തീ പിടിച്ച് അപകടം ഉണ്ടായത്. ഈ സൈഡിലേക്കുള്ള ആൾക്കാരല്ല പോയി, കാസർഗോഡ് സൈഡിലുള്ളവരൊക്കെ അന്ന് ഇവിടെ മംഗലാപുരത്ത് ഇറങ്ങിയാണ് വരുന്നത്. ഇപ്പോൾ ഇതേപോലെ കുറേ അപകടങ്ങൾ ഉണ്ടായില്ലേ. പിന്നെ വിമാനാപകടം ഉണ്ടായാലേ അതിലുള്ള ആൾക്കാരെല്ലാവരും മരിച്ചു പോകും. അങ്ങനെ കൂടുതലും അതിൽ അത്ഭുതകരമായിട്ട് അഹമ്മദാബാദിൽ നിന്ന് അപകടം ഉണ്ടായപ്പോൾ ഒരാൾ രക്ഷപ്പെട്ടെ. അത് ഭയങ്കര അല്ലേ. അതെ, അന്നത്തെ വിമാനാപകടത്തിൽ 8 പേരെങ്ങാണ്ട് രക്ഷപ്പെട്ടു മംഗലാപുരത്തെ. നമ്മളെ കാസർഗോഡ് ടൗണിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. ഈ ഹൈവേ വന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഈ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതുപോലെ മുകളിൽ കൂടെ, പാലത്തെ കൂടെ, അന്തരീക്ഷത്തിൽ കൂടെ ഇങ്ങനെ പറന്നങ്ങ് പോവാം. ഇത് ഒരു എലിവേറ്റഡ് ഹൈവേ. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാം. കാസർഗോഡിൻ്റെ ഭാഗങ്ങൾ മൊത്തം ഈ പാലത്തെ കൂടെ തന്നെയാണ് പോകുന്നത്, ടൗണെല്ലാം അടിയില്ല. ശ്രീ വീര ഹനുമാൻ മന്ദിരം, ചൗക്കി, ഉപ്പള. ഉള്ളാൽ ഉണ്ട്. മൊഗ്രാൽ 2 കിലോമീറ്റർ. ഗോവ 390. ഗോവയ്ക്ക് 390 കിലോമീറ്ററേ ഉള്ളൂ. ചൂടാ ഇപ്പം. അതെ, ഗോവയ്ക്ക് അല്ല എപ്പോൾ ചെന്നാലും ചൂടല്ലേ. ഈ ബീച്ചല്ലേ, ബീച്ച് ഏരിയ എല്ലാം ചൂടല്ലേ. അതിനാ ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം കൂടുതലും വെട്ടുകല്ലാണ് പണിതിരിക്കുന്നത്. നല്ല രസമല്ലേ, പോളിഷ് ചെയ്ത് നല്ല ഭംഗിയാണ്. ഇതാണ് കുമ്പള. ഈ കുമ്പള ഒരുപാട് ഹോട്ടലുകളുണ്ടായിരുന്ന, കഞ്ഞിയൊക്കെ കിട്ടുന്ന കടകളുണ്ടായിരുന്നു. ആ കടക്കാരുടെ എല്ലാം കച്ചവടവും പോയി. അവിടെ എല്ലാം പാലമായി. പാലത്തെ കൂടെ വണ്ടി വരുന്നത്, അവിടെ വണ്ടി നിർത്താനും ഇവിടെ ഇല്ല. ഈ ഹൈവേ വന്നതോടെ ഒരുപാട് പേരുടെ ജീവിതമാർഗം. അതെ അതെ അതെ, അത് മിക്കവാറും എല്ലായിടത്തും ഇതുപോലെ വലിയ ഹൈവേ വരുന്നിടത്തെല്ലാം ഇതാ അവസ്ഥ. പിന്നെ കുറേ നാളുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ സൗകര്യമുള്ളിടത്ത് ഇങ്ങനെ വേറെ ബിൽഡിംഗ് ഒക്കെ പണിത് കടകളൊക്കെ വരും. ഇവിടെ ടോൾ തുടങ്ങിയോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. പശിക്കിതാ ഇല്ല, ചെറിയൊരു ശമനമുണ്ട് ഇപ്പൊ, പഴമൊക്കെ കഴിച്ചോണ്ട്. ഇതുണ്ടോ, അവിടെയും കടൽ തൊട്ടടുത്താ. റെയിൽവേ ബ്രിഡ്ജ് അല്ലേ? അത് റെയിൽവേ പാലമാണ്. മുട്ടം ഗേറ്റ്. അപ്പൊ ഇവിടെ ഒരു മുട്ടം ഉണ്ടോ? ബന്ദിയോട് ഉടുപ്പി, മുംബൈ. KSRTCയുടെ ലിങ്ക് ബസ്. കൈക്കമ്പ 1 കിലോമീറ്റർ. വ്യത്യസ്തമായ സ്ഥലപ്പേരുകളില്ല. ഞാനും പോലും ഇതൊന്നും കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ശ്രദ്ധിക്കുന്നല്ലേ. ഇതുണ്ടോ, ഹൈവേ വന്നപ്പോഴേ ഇത് ഹൊസങ്കടിയാ. അതെല്ലാം മുകളിലായി, ടൗണെല്ലാം മുകളിലായി. ഹൈവേ താഴെ കൂടെയും പോയി. നമ്മുടെ വണ്ടി വരുന്നു. ആഹാ, ഇത് നമ്മുടെ ഒരു വണ്ടി. ഏത് നമ്പർ? 23. അപ്പൊ നമ്മൾ അങ്ങനെ കേരളം ഒരേ ഓടിത്തീരാൻ പോവേണം. മഞ്ചേശ്വരം. ഇവിടെ ഒരു ട്രക്ക് ലേബേ ഉണ്ട്. അപ്പോൾ ഇവിടെ കയറി കാണാൻ വാഷ്റൂമിലൊക്കെ പോയിട്ട് പോവാം. നാളെ ഞങ്ങൾ ഇവിടെ കയറി. പോട്ടെ കുഴപ്പമില്ല, ഇങ്ങോട്ട് കയറുന്നു. വണ്ടികൾ കുറവാണല്ലോ, 1-2 വണ്ടിയേ ഉള്ളൂ. മുന്നോട്ട് കയറ്റിട്ടോ. അപ്പറേടാണ് ഇവിടെ ഇട്ടാൽ മതി. ആ ടിപ്പറ കിടക്കുന്നതിൻ്റെ അപ്പുറം ഇട്ടാൽ മതി. എന്നിട്ട് പെട്ടെന്ന് പോയിട്ട് വരാം. 2-3 വണ്ടി. അവിടെ എല്ലാം വണ്ടി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങേ അറ്റത്തില്ല. ഇങ്ങോട്ട് ഒതുക്കിക്കോ. എന്നിട്ട് പെട്ടെന്ന് വേണം കേട്ടോ കാര്യങ്ങളെല്ലാം. പോട്ടെ. മതി, ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ മാത്രം പോയാൽ മതിയാ, ക്യാമറമാൻ വരുന്നില്ലേ? ഞാൻ പൊക്കോളാം. നിങ്ങൾക്കല്ലേ താമസം. ഞാനതിൻ്റെ മട്ടത്തിന് സമയം കളയാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ രണ്ടുപേരും ഒന്ന് എവിടുന്ന് കയറിയതാ? 5 മണിയാ. ഇപ്പൊ സമയം എത്രയായി? 11 മണി. 6 മണിക്കൂർ. നടുവൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. നടുവിനൊന്നും അങ്ങനെ എന്റെ ഒക്കെ നടുവോ? അല്ല, അതന്നെ ഈയിടെ സ്റ്റാലിയനിലെ കുതിരപ്പുറത്ത് വരുന്നവരല്ലേ വന്ന, അതുകൊണ്ടാ. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് നല്ല സുഖാട്ടോ. അല്ല, അതേ വന്നിട്ട് പിന്നെ ഇതിലേക്ക് കയറിയപ്പോഴേ അതേ വന്നപ്പോ ചാടിയല്ലേ വന്നത്, നടു പോയല്ലേ വന്നത്.
ഇല്ല അങ്ങനെ പ്രശ്നമില്ല, അത് ഞങ്ങൾ ബാലൻസ് ചെയ്തിരിക്കും. ഐ ആം ഹെൽത്തി. കണ്ട ലുക്കിലും ഞാൻ കുറച്ച് ഹെൽത്തിയാണ്. ആദ്യം പല്ല് തേക്കാം അല്ലേ? പല്ല് തേക്കാം. ആ ചേട്ടായിക്ക് വേണ്ടായിരുന്നോ? പല്ല് തേക്കുന്നുണ്ടോ? പിന്നെ പല്ല് തേക്കാൽ നിർത്തിയല്ലേ പല്ല് തേച്ചേക്കാം, നിർബന്ധമില്ല. വണ്ടി നിർത്ത്. അപ്പോഴേ ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് റെഡിയായില്ലേ? അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്, സമയം പോകണ്ടല്ലോ എന്ന് ഓർത്ത്. സമയം കളയാതെ പോവാം. അല്ല ഇനിയിപ്പോഴേ കാപ്പ് കുടിക്കാനൊക്കെ നിർത്തണം. താഴെ ഒരു കടയുണ്ട്, അവിടെ നിർത്തിയാൽ വല്ല എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. പക്ഷെ താമസിച്ചാൽ മിക്കവാറും ഇന്നലോട് കയറിച്ച് നടക്കരുത്. ആ ഉദ്യാവരമാട. ഇവിടുത്തെ സ്ഥലപ്പേരുകളെല്ലാം വ്യത്യസ്തമായ സ്ഥലപ്പേരുകളാണ്. ഇപ്പോഴേ കർണാടക ടച്ചാ. ആ കർണാടക ആയാലും ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും എല്ലാ ഭാഷ അറിയാമല്ലോ. കന്നഡ, തുളു, ഹിന്ദി, സപ്തസംഗമ ഭൂമി, സപ്തഭാഷാ സംഗമഭൂമി. അത് മൊത്തം അറിയാവോ? കാസർഗോഡ് എന്ന് പറഞ്ഞാൽ സപ്തഭാഷാ സംഗമ ഭൂമിയാണ്. ആ 7-8 ഭാഷ എല്ലാവർക്കും അറിയാം. ഏതൊക്കെയാണെന്നറിയോ? എല്ലാം എനിക്കറിയത്തില്ല കേട്ടോ. കന്നഡ, മലയാളം, തുളു, കൊങ്ങിണി, ഹിന്ദി, ഉറുദു, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ ചിലർക്കെല്ലാം തമിഴ് അറിയാം. അങ്ങനെ അത്രയും ഭാഷ അറിയാം. വലിയൊരു കാര്യമല്ലേ? ആ പിന്നെ തുമിനാട്. തുളുനാടെന്നൊക്കെയാണല്ലോ. ആ അതെ, തുളുനാടെന്ന് കേട്ടിട്ടുണ്ട്. തുമിനാട്. അപ്പോഴേ ബോർഡർ എടുത്തിക്കാറായി, ചെക്ക് പോസ്റ്റിലേക്ക് കയറിയിട്ട് പോകണം കേട്ടോ. ഗോ ഡ്രൈവർമാരാ പോകേണ്ടത്. ഇപ്രാവശ്യം മിക്കവാറും മെയിൻ ഡ്രൈവർ പട്ടം കിട്ടും. വണ്ടി 60 കട്ടാവുന്നുണ്ട്. കാലെന്ത് കൊടുത്താലും 60 തന്നെ നിൽക്കുക. അതെ 60 80 ആക്കണം. ഇപ്പൊ 80 ആക്കാം. ഈ ഹൈവേലെല്ലാം 80 ആയി. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും വണ്ടി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 60. 80 എഴുതിയിട്ടുണ്ട്. ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. 80 വരെ പോയപ്പോ 80 ആക്കാം. അതെ അത് 80 ആക്കണം. ഇനി അത് കമ്പനി കയറിയാലേ പറ്റുള്ളൂ. ലാപ്ടോപ്പ് ഒക്കെ വെച്ച് നോക്കിയിട്ട് അതിലാ സെറ്റ് ചെയ്യുന്നത്. നന്ദി, വീണ്ടും വരിക. തീർച്ചയായിട്ടും വരും. അതെ ആ പിന്നെ കേരളം കഴിഞ്ഞു. പിന്നെ എവിടെ പോകാനാ ഇതിലെ വരാതെ? ആ നമ്മളെങ്ങും പോവുകയല്ല. അപ്പോൾ നമ്മൾ കർണാടകയിൽ കയറി. അട്ടിയ ചെക്ക് പോസ്റ്റ് 500 മീറ്റർ. പെട്ടെന്ന് ഡ്രൈവർ ജോലി ചെയ്തൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങിയോ? ഡോർ ലോക്ക് ചെയ്യുന്നൊക്കെ കോ ഡ്രൈവർ കേട്ടോ. പ്രാവശ്യത്തെ കണക്കൂടെ പിടിച്ചോണം കേട്ടോ. കോയ കൂട്ടിക്കൊണ്ട് വരാൻ മേലായിരുന്നോ? കോ പറഞ്ഞു പൊക്കോ, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. എന്താണേലും ബൺസും ഉപ്പുമായും ഉണ്ടായിരുന്നു. ആഗ്രഹിച്ച പോലെ ചേട്ടായിക്കും ബൺസ്, എനിക്ക് ഉപ്പുമാവ്. എനിക്കും ഉണ്ടോ വെച്ചല്ലേ, അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാമല്ലോ അല്ലേ? ആ അതങ്ങനെയാണല്ലോ അല്ലേ മൊത്തേ. ബോണ്ട പോലെ എന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ അവിടെ ഈ പാൽബന്നുണ്ട്, കഴിച്ചിട്ടുണ്ടോ? ആ സാധനം നമ്മുടെ ഇവിടുത്തെ പാൽബന്ന്. അത് പണ്ടത്തെ കടകളിലൊക്കെ ഉണ്ട്, ഇപ്പം അതൊന്നും അധികം ഇല്ല. അത് തന്നെ ഇത് ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇപ്പം എങ്ങനെയുണ്ട്? ഒരു കാര്യം ചെയ്യും, ഒരു പഞ്ചസമ്മയ്ക്ക് ഈ ഉപ്പുമാവ് എനിക്ക്. എന്നാൽ പിന്നെ ഒരു ഉപ്പുമാവും കൂടെ മേടിച്ചാൽ പോലെ. ഒരെണ്ണം മേടിച്ചാൽ മതിയോ? അതെ അത് പോയില്ല. ഞാൻ ഒരെണ്ണം വേണ്ടേ? ഞാൻ ഒരെണ്ണോട് മേടിച്ചോ, ഞാൻ കഴിച്ചോ. ഇത് ഇച്ചിരി ഉള്ളൂ അതിന്. ഞാൻ ഒരെണ്ണോടെ പറ. ഇവിടെ ആറ്റോ ഉണ്ടായിരുന്നു, ആറ്റോ കയറണ്ടേ? ഇല്ല, തിരിച്ചു വരുമ്പോ കയറാം. കാലിവണ്ടി ആണെന്ന് ഓർക്കാതെ മുമ്പേ പിന്നെ കയറണമെന്ന് പറഞ്ഞേ അല്ലേ മുതേ? അങ്ങനെ അബദ്ധം പറ്റി. ഉല്ലല ലെഫ്റ്റിലേക്ക്. ഇവിടെ ഒരു ഗുരുദേവ ക്ഷേത്രം. ആ അതെ, ഉല്ലലയിൽ ഒത്തിരി മലയാളികൾ ഒരുപാട് വരുന്ന. ഇതാണ് ഉല്ലലയ്ക്ക് പോകുന്ന റൂട്ട്. പണ്ട് ഇവിടെ ഒരു സെയിൽ ടാക്സ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. തൊക്കോട്ടെന്നാ സ്ഥലപ്പേര്. തൊക്കോട്ട്. പിന്നെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കൊട്ടായക്കാർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. നേത്രാവതി ബ്രിഡ്ജ്. ഇതാണ് നമ്മുടെ നേത്രാവതി നദി. ഈ നദിയുടെ പേരിലാണ് നേത്രാവതി എക്സ്പ്രസ്. അതെ അതെ അതെ. നമ്മളീ പോകുന്നതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് കടല. ഇതുണ്ട്, അങ്ങ് കാണുന്നുണ്ട്. അത് അങ്ങോട്ട് വരുമ്പോഴേ എല്ലാ ഇടത് സൈഡ് കടല. നേത്രാവതി നദി ഇവിടെ വന്ന് കടലിൽ ചേരുകയാണ്. ഇവിടെ എപ്പോഴും വെള്ളമുണ്ട്. ഇപ്പം നമ്മൾ NH66 നിന്ന് ഇറങ്ങാം. താഴേന്ന് പാലത്തിനടിയിൽ കൂടെ റൈറ്റ് പോകണം. അപ്പം നമ്മൾ മംഗലാപുരം എത്തി. ഇത് പമ്പുവൽ സർക്കിൾ എന്നാണ് ഈ സ്ഥലപ്പേര്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ മംഗലാപുരം ടൗണിലേക്ക്, റൈറ്റിലേക്ക് പോയാൽ ബാംഗ്ലൂർ.
അപ്പോൾ നമുക്ക് അപ്പുറത്തുനിന്ന് റൈറ്റ് തിരിയണം കേട്ടോ. ഇത് ഇങ്ങോട്ട് വരുന്നതാണ്. ആ പിക്കപ്പ് തിരിഞ്ഞെടുത്തോടെ തിരിയണം. ഇത് മംഗലാപുരം ടൗണിലേക്ക് പോകുന്നു. ഈ വഴി വന്ന് നമ്മളന്ന് കാരോണിങ് കൊണ്ട് വന്നപ്പോൾ ഇതിലേ പോയെ. തുറക്കുന്നുണ്ടോ? ലഡാക്ക് പോകാൻ വന്നപ്പോൾ ഇല്ലായിരുന്നല്ലേ? ശരിയാ. മഹാവീര സർക്കിൾ. മഹാവീര സർക്കിൾ എന്ന് പേരുണ്ടോ? അതെനിക്കറിയത്തില്ല കേട്ടോ. പമ്പുവൽ സർക്കിൾ എന്ന് അതിന് പറയുന്നത്. ഇത് മംഗലാപുരം ബാംഗ്ലൂർ റൂട്ടായത് നമ്മളിപ്പോൾ വന്ന്. അപ്പോൾ നമ്മൾ വന്ന് NH73 കയറി. വണ്ടി വരുന്നുണ്ട്. പറന്ന് വരിക വണ്ടികൾ. പോട്ടെ. വഴിയില്ല, നല്ല തിരക്കുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും വണ്ടി ഓടിയെത്തുകയില്ല. ഇത്രയും നേരം നല്ല അടിപൊളി 6 ലൈൻ ഹൈവേ ആയിരുന്നു. ഈ മംഗലാപുരത്ത് നിന്ന് ബാംഗ്ലൂർ പോകുന്ന റൂട്ട് നല്ലൊരു അടിപൊളി റൂട്ടാണ്. നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ഫ്രിഡ്ജ് ഉണ്ടായിരുന്ന മീൻ മേടിച്ച് നോക്കായിരുന്നേ. ഇഷ്ടംപോലെ ഉണക്കമീനും ഉണ്ട്, ചട്ടിയുണ്ട്, മൺചട്ടിയുണ്ട്. ഓട്ടോ സ്റ്റാൻഡ് കണ്ടോ? ഓട്ടോ തണലത്തിടാൻ ഷെഡൊക്കെ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ വെയിലേ മോശമല്ല, നല്ല വെയില. ഇവിടെ എല്ലാം ഷെഡുണ്ട്. നല്ലതല്ലേ? വെയിലടിക്കാൻ അടക്കല്ലോ. ഇതൊരു ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസാണ്. കണ്ടോ? നല്ല അടിപൊളി പൂക്കളിരിക്കുന്നു. സക്ലേഷ്പൂർ 110, ഹസൻ 150, ബാംഗ്ലൂർ 359, NH73. അപ്പോൾ നമ്മളിപ്പം നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ചിക്കമംഗളൂരിലേക്കാണ് പോകുന്നത്. ചിക്കമംഗളൂരിൽ നിന്നാണ് നമുക്ക് ലോഡ് കയറ്റേണ്ടത്. അപ്പോൾ നമ്മൾ പോകുന്നത് മംഗലാപുരത്തുനിന്ന് ബണ്ട്വാൾ, ബെൽത്തങ്ങാടി, ഉജ്രെ, മുടികേരെ, ചിക്കമംഗളൂർ. അപ്പോൾ ഇത് ബണ്ട്വാളാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ബെൽത്തങ്ങാടി റൂട്ടിൽ തിരിയണം. ഈ ഹൈവേന്ന് നമ്മൾ ഇറങ്ങാം. പൂക്കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ അടുത്ത ക്ഷേത്രങ്ങളാണ്. വലിയൊരു ടൗണാന്ന് തോന്നുന്നു. ഒരുവിധം. ഇന്നലെ പറയുകയാണെങ്കിൽ നമ്മൾ 3 പേരും നല്ലപോലെ ഉറങ്ങിയില്ലല്ലേ? ഒന്ന് വീട്ടിൽ നിന്ന് താമസിച്ചില്ല ഇറങ്ങിയത്. ഇനി കാലിവണ്ടിയെ കിടന്ന് വലിയ ഉറക്കം നടക്കുകയല്ല, കുലുക്കം ഉണ്ടാവും. എന്നാലും ഉറങ്ങിയെന്ന് പറയാം അല്ലേ? കുറച്ചൊക്കെ. അല്ല, ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളാണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് പോവാം. ഞാൻ വേണമെങ്കിൽ കുറച്ച് ഓടിക്കാം. ബെൽത്തങ്ങാടി ഇത് NH73, 34 കിലോമീറ്റർ. ധർമ്മസ്ഥല 49. ഇവിടെ നിർത്താം. ഒരു ഓട്ടോ ചേട്ടൻ വന്ന് എന്ന് നിർത്താവെന്ന് ചോദിച്ചു. എവിടെ ടോളിനുണ്ട്. ശരി. ബൈക്കിൽ വന്നോ? ഓട്ടോ ഓടിക്കാ? അല്ല, മലയാളം പറയുന്നുണ്ടല്ലോ. കണ്ടോ? അപ്പൊ അത് മുമ്പേ അതും കാസർഗോഡുകാർക്ക് അറിയാവുന്ന ഭാഷയാ അല്ലേ? കാസർഗോഡ് വേറെ ഭാഷ. ബാരി. അതറിയില്ലായിരുന്നു. അല്ല, ഉറുദു പോലെ തന്നെയുള്ളതാണോ? അല്ല, അത് എല്ലാം കൂടെ മിക്സാ. തണ്ണി എന്ന് പറയും. ശരി. തണ്ണി എന്ന് പറഞ്ഞാൽ തമിഴ് തണ്ണി എന്നാ പറയുന്നത്. ശരി. ഓക്കെ. ചോറ് കഴിച്ച. ഉണ്ട്. ഉറങ്ങുന്നു. അതെ, വേണമെങ്കിൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ. നിങ്ങൾ രണ്ടുപേരെ കിടന്ന് ഉറങ്ങിക്കോ. അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. അല്ല, ചിലപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ലോഡ് കയറ്റാൻ തുടങ്ങാൻ. ഇന്ന് കയറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. നല്ലപോലെ കിടന്ന് ഉറങ്ങാൻ പറ്റും. താമസിച്ച് പോയിട്ട് ഇന്ന് കയറ്റിയാലെങ്കിലേ ഇഷ്ടംപോലെ സമയമുണ്ട്. അല്ലെങ്കിൽ പാടായിരിക്കും. അപ്പോൾ ഇപ്പം വേണമെങ്കിൽ കിടന്ന് ഉറങ്ങിക്കോ. അരമണിക്കൂറല്ല, 1 മണിക്കൂർ ഉറങ്ങിക്കും. അതെ, ഈ ബസ്സിൻ്റെ ഡ്രൈവർ നമ്മുടെ ഫാമിലി മെമ്പർ ആയിരുന്നു. അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ട് നിർത്തിയതാണ്. അപ്പോൾ അതെ, ഇതാളെ അനീഷ്. മലയാളം നല്ലപോലെ അറിയാം, കൊടകുകാരനാ. അപ്പം നമ്മൾ ബെൽത്തങ്ങാടി എത്തി. അപ്പോഴേ ഇവിടെ ഒരു വലിയ ഘാട്ടുണ്ട്. ആ ഘാട്ട് 6 വീൽ വണ്ടിയേ പോകുള്ളൂ. 12 വീൽ വണ്ടി വിടുകയല്ല ഇതിൽ. നമ്മൾ കുറച്ച് കറങ്ങിപ്പോകണം. ഇന്ന് ലോഡ് കയറ്റി നടക്കുകയല്ലോ കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ഒരു സമയമാവും. പോലീസുകാർ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്. നമ്മുടെ മെയിൻ ഡ്രൈവർ അവിടെ ഇറങ്ങി പോയി കാര്യമൊക്കെ ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇതേ വരുന്നു.
ധർമ്മസ്ഥല എന്നിട്ടേ. അയ്യോ, ധർമ്മസ്ഥലം എന്ന് പോകണം അല്ലേ? ആ, ധർമ്മസ്ഥല എന്നിട്ട് പോകണം. ഞാൻ പെട്ടുപോകും കേട്ടോ, ഇനി സമയം പോകും. റൂട്ട് ഇതാണല്ലോ കാണിക്കുന്നത്. റൂട്ട് ഇതാ, ഈ എന്നോടൊരു ആള് പറഞ്ഞു വിട്ട വഴി ഇതാ. ആണോ? ആ, ഇവിടുത്തെ പഴയ ഒരു സ്കൂളായത്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സ്കൂൾ പോലൊക്കെ തന്നെ ഉള്ള നാട്ടിൻപുറത്തെ സ്കൂളുകൾ പോലെ, പഴയ സ്കൂളുകൾ പോലെ തന്നെ. എന്നാലും ഇവിടെ എല്ലാം കേരളം പോലെ. ഇപ്പം എന്നാ അതിൽ കുറച്ച് എത്ര കിലോമീറ്റർ ചുറ്റുണ്ടെന്ന് പറഞ്ഞു? ഇറങ്ങിപ്പോണ്ടേ? ഇല്ലേ, ചോദിക്കണ്ടായിരുന്നു എത്ര കിലോമീറ്റർ കൂടുതൽ വരുമെന്ന്. എനിക്കെല്ലാം ഒന്നും മനസ്സിലാകുന്നില്ല അവർക്ക്. അവര് കന്നഡയാണ് പറയുന്നത്. ഏതൊക്കെയായാലേ ഇന്നത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്കിത് ഇവിടെ ഒരു നാടൻ പഴം കാണുന്നുണ്ട്. നാടൻ പഴം അവിടെ നിൽപ്പുണ്ട്. അവർ കൊല്ലം മേടിച്ചോണ്ട് പോവാം. വിലയൊക്കെ ചോദ്യര്. ആ കൊലയെങ്കി മേടിച്ചോ? മേടിച്ചേക്കാം അല്ലേ? അല്ല, ഞാലിപ്പോൻ. ഞാലിപ്പോന. ഇത് ഞാലിപ്പോനല്ലേ? ഞാലിപ്പോന. നമുക്ക് വണ്ടിക്കകത്ത് കെട്ടിത്തൂക്കി ഇടാം കേട്ടോ അവിടെ. ഇങ്ങനെ വെച്ചാലേ ഇത് മുഴുവൻ പോവും, ചീത്തയായി പോവും. പൈസ കൊടുത്തിട്ട് വാ. കെട്ടിത്തൂക്കിയിട്ടാലും ഉണ്ടല്ലോ, കുലുക്കാൻ കാരണം ചിലപ്പോൾ പൊഴിഞ്ഞു പോകും. അപ്പോൾ നമ്മളിങ്ങനെ വഴി ചോദിച്ചോണ്ടിരുന്നപ്പോൾ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ വന്നു. ഇതല്ലേ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന്. നാം കേ ആപ്കാ? നാം കേ? മഞ്ജുനാഥ്. പുള്ളി പറഞ്ഞു ഇവിടെ ഒത്തിരി പേർക്ക് പേരുണ്ടെന്ന്. മഞ്ജുനാഥ് ഒത്തിരി പേരുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു ഇതിലെ പോകുന്ന പറഞ്ഞത്. പക്ഷെ പോലീസുകാർ വിടുകയല്ലോ, വലിയ വണ്ടി. ಬಿಡ್ತಾರೆ. ವಿಷಯ ಏನಂತ ಹೇಳಿದ್ರೆ ಅವರು ಒಂದು 200-300 ಕೊಟ್ಟರೆ ಬಿಡ್ತಾರೆ ಅವರು. ಅದು ಆ ಥರ ಏನಿಲ್ಲ. ಲಾಂಗ್ ಇದೆ ಗಾಡಿ ಕಟ್ಟಾಗೋದು. ഗാഡി കെട്ടാവെന്ന് പറയുന്നു, പക്ഷെ അവർ വിടുകയല്ല. എന്ന് വെച്ചാൽ കാലിവണ്ടിയാണെങ്കിലും 6 വീലിന് മുകളിലേക്ക് വണ്ടി വിടത്തില്ല. ಶಾರ್ಟ್ 100 ಕಿಲೋಮೀಟರ್, ಅದು ನಿಮಗೆ 200 ಕಿಲೋಮೀಟರ್. ആ അല്ല, അത്ര ഇല്ലല്ലോ. അത്രയില്ല. ഇത്ര നീ 150-200 ഫിക്സ്. ये रोड से 25 किलोमीटर ज़्यादा है ये रोड है ಜಾಸ್ತಿ. ഓ, എന്നാ പിന്നെ ഇന്നത്തെ കാര്യം തീരുമാനമാകും. ഞാൻ നോക്കാം. ഓക്കെ. അതെ, അതെല്ലാം കൂടെ പറഞ്ഞ് താഴെ വീഴും. ഇപ്പം പഴം വേണമെങ്കിൽ വേഗം കഴിച്ചു തീർത്തോട്ടോ. നല്ല മധുരമുള്ള ഞാലിപ്പൂമ്പഴമാണ്. നാടൻ പഴം 130 രൂപ മൊത്തം. കിലോ ഒരു 50-60 കിലോ 100 രൂപയ്ക്ക് തരാം. കിലോ ഒന്നും ഇല്ല. എത്ര കിലോ കാണും അത്? ഞാൻ തരാന്നാ പറഞ്ഞു. അപ്പം ഇതിലേ ആ പുള്ളി പറഞ്ഞ അത്രയും കിലോമീറ്റർ ഇല്ല. ഇതിലേ പോകുമ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നേ ഒരു 50 കിലോമീറ്റർ കൂടുതൽ വരും കറങ്ങിപ്പോകുമ്പോൾ. ഇന്നത്തെ കാര്യത്തിൽ 50 കിലോമീറ്ററിൻ്റെ അല്ല, ചിലപ്പം ഒരു 2 മണിക്കൂർ എടുക്കുകയും ചെയ്യും 50 കിലോമീറ്റർ ഓടാൻ. എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരുടെ ഉറക്കം? വഴി തെറ്റിയല്ലേ പോലീസുകാർ വിടാത്ത എൻ്റെ കുഴപ്പമാണോ? ചില അതെ, ഫാസ്റ്റ് ഫുഡ് മാത്രമേ ഉള്ളൂ, ചോറൊന്നും കിട്ടില്ല. നമുക്ക് അടുത്ത സ്ഥലത്ത് കിട്ടും എന്താണേലും. മീനോട്ട് തന്നെ കഴിച്ചേക്കാം. ശരിയാ, അതിന്റെ കാര്യം മറന്നുപോയി. ഇനിയിപ്പം താമസം കൊണ്ട് കിട്ടുമെന്ന് അറിയത്തില്ല. 2:30 കണ്ടായില്ലേ? 2:30 കഴിഞ്ഞു. പഴം എപ്പടി ഇருக்கு? നല്ല മധുരം, അടിപൊളി പഴം. പുട്ടുണ്ടായിരുന്നെങ്കിൽ കഴിക്കായിരുന്നു. തനി നാടൻ. പൊട്ട കുറ്റി എടുത്തിട്ടുണ്ടോ? പുട്ടുണ്ടാക്കി തരട്ടെ? കുറ്റി എടുത്തിട്ടുണ്ടോ? ചിരട്ട കുറ്റി എടുത്തിട്ടുണ്ട്. ഇത് വനമാ, ഫോറസ്റ്റ്. പഴയ ഒരു പാലം. പഴയ പാലെല്ലാം കൂടുതൽ കല്ല് കെട്ടിയതല്ലേ? ഇതൊരു റെസ്റ്റോറൻറ്റ്. നമുക്ക് എന്നാ ചോറിന് 3 പേർക്ക് കൂടെ 2 ഊണാ പറഞ്ഞത്. നല്ല മുഴുത്ത അയല. അയല ബാങ്കട മസാല ഫ്രൈ. ബാങ്കടയാണല്ലോ നമുക്ക് പിടുത്തം. അതുകൊണ്ട് പിന്നെ ബാങ്കട തന്നെ. അപ്പോൾ ഇത് ചോറും വൈറ്റ് റൈസേ ഉള്ളായിരുന്നു, ഒത്തിരി ഇല്ല. അയല ഒരെണ്ണം 1/2 കിലോ ഉള്ള അയല. മുഴുത്ത അയല. അതെ. അയലയും തോരനൊന്നുമില്ല, അച്ചാറ്, പിന്നെ എന്തോ ഒരു കൂട്ടുകറി, പപ്പടം, പിന്നെ മീൻചാറ്. അപ്പോൾ എന്നാൽ പിന്നെ ഇനിയും മുന്നോട്ടുള്ള യാത്രയിലെ അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.